നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റുള്ള രണ്ടുപേരും കാണാതെ പഠിച്ചെഴുതിയപ്പോൾ ഈ മത്സരാർത്ഥി സ്വന്തം വിശകലനങ്ങളാണ് നടത്തിയത്. ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ലളിതവും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുകളാണ്. ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 100-ന് 100 മാർക്ക് കൊടുത്താലും മതിയാകില്ല എന്നതുകൊണ്ട് ഞങ്ങൾ മാർക്കൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ കമ്പനിയുടെ അടുത്ത വൈസ് ചെയർപേഴ്സണായി ശ്യാമ അഖിലിനെ പ്രഖ്യാപിക്കുന്നു. Congratulations. Thank you. Congrats. Thank you. അച്ഛാ, നമ്മുടെ കമ്പനിയുടെ ഭാവി ശ്യാമയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. കൺഗ്രാറ്റ്സ് മോളെ. ഔപചാരികമായ സ്ഥാനമേൽക്കൽ 2 ദിവസത്തിനകം ഉണ്ടാവും. അന്ന് കമ്പനിക്ക് ഒരു ആഘോഷ ദിവസമായിരിക്കും. ഞാൻ സമ്മതിച്ചു തരില്ല. എന്നെ ചതിച്ചതാ. ഇത് ഒരു ഒത്തുകളിയാ. ഇവളെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാരും കൂടെ നടത്തുന്ന നാടകമാ. ഇവളുടെ ഭക്തിയും പൂജയും കൊണ്ട് എല്ലാരും ഇവള് വശത്താക്കി. എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. ഐശ്വര്യ, നീ നടങ്ങ്. അച്ഛന്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കപ്പുറം നമ്മൾ ആരും ഇവിടെ ശബ്ദം എടുത്തിട്ടില്ല. അച്ഛന്റെ തീരുമാനം ഈ വീട്ടിലെ അവസാന വാർക്കാ. അതിന് മുകളില് അങ്ങനെ ആരും കയറി പോണോ? ഇറങ്ങി പോടി. അയ്യോ ഐശ്വര്യ, എനിക്ക് ഇത് ഞാൻ അനുഭവിച്ചു തരില്ല. ഐശ്വര്യ, അച്ഛനോട് മാപ്പ് പറ. നിന്നോടല്ലേ പറയാ മാപ്പ് പറയാൻ? മാപ്പ് പറയാൻ. മതിയുടെ മതി. വേണ്ട മോളെ, ഈ കുടുംബത്തിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത് തെറ്റിക്കാൻ ആരെയും സമ്മതിക്കില്ല. തലപ്പത്തുള്ളയാൾ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുക തന്നെ വേണം. നിങ്ങളിൽ ആരെന്റെ സ്ഥാനത്ത് വന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആ കീഴ്വഴക്കം മുറിയാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം എന്റെ കയ്യിൽ എത്തിച്ചേരുന്ന ദിവസം വരും. അതുകൊണ്ട് തന്നെ പിണക്കണ്ട. അച്ഛാ, മോളെ, അച്ഛാ ക്ഷമിക്കണം. അപ്പോഴത്തെ സങ്കടത്തിന് ഞാൻ എന്തോ അരുതാത്തത് പറഞ്ഞു. മാപ്പ്. മോള് ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല അച്ഛാ, ഇല്ല. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാം. മോളെ, തോറ്റയാള് ജയിച്ച ആളിനെ അഭിനന്ദിക്കുമ്പോഴാ ഒരു മത്സരം അതിന്റെ ധർമ്മം പൂർത്തിയാക്കുന്നത്. കമ്പനിയില് അധികകാലം വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.